9ാം ക്ലാസ്സിൽ ആദ്യത്തെ 1, 2, 3 ചാപ്റ്റേഴ്സിന്റെ റിവിഷനാണ് വേഗം നോക്കാൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നോക്കാം. ഒന്നാമത്തത് പ്രകാശത്തിന്റെ അപവർത്തനം. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈസി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് എളുപ്പം മനസ്സിലാവുന്നതും അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇവിടെ ഒരു ചിത്രം കണ്ടോളൂ. ഒരു ബീക്കർ അല്ലെങ്കിൽ ട്രഫിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ലേസർ ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ ഇതെന്താണ്, ഇതിന്റെ ദിശയ്ക്ക് ചെറിയ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് പതിപ്പിക്കുമ്പോൾ ഇതിന്റെ ദിശയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിന്റെ രേഖാചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ടോ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ലംബമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. കണ്ടോ, ഇവിടെ ലംബമായിട്ട് ടോർച്ച് അടിച്ചപ്പോൾ അതെന്താണ്, നേരെ തന്നെ ദിശാവ്യതിയാനം സംഭവിക്കാതെ നേരെ തന്നെ പോകുന്നുണ്ട്. അതായത് ഇവിടെ കണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. അതായത് ഇവിടെ വായുവിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ നേർരേഖയിൽ, ജലത്തിലേക്കൂടെ സഞ്ചരിക്കുമ്പോഴോ അപ്പോഴും നേർരേഖയിൽ. ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോഴല്ലേ ദിശാവ്യതിയാനം സംഭവിക്കുന്നുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഇവിടെ വെച്ചാണ് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. എന്നാൽ ലംബമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. നിങ്ങളിവിടെ കണ്ടോ, മിനുസമുള്ള പ്രതലവും പരിപഴുത്ത പ്രതലവും ഉണ്ട്. ഇവിടെ മിനുസമുള്ള പ്രതലത്തിലെ കൂടി കാറിന് വേഗം ചലിക്കാൻ കഴിയുന്നു. എന്നാൽ പരിപഴുത്ത പ്രതലത്തിലെ കൂടി കാറിന് വേഗം ചലിക്കാൻ കഴിയുന്നില്ല. സാവധാനം മെല്ലെ മാത്രമേ ചലിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഇത്തരം ഒരു പ്രതലത്തിന് മറ്റൊരു പ്രതലത്തിലോട്ട് ചെരിഞ്ഞിട്ട് കാർ പ്രവേശിക്കുമ്പോൾ അതിന് ദിശയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യതിയാനത്തിന് കാരണം എന്തെന്ന്, ആ ഓരോ പ്രതലത്തിലൂടെയുള്ള കാറിന്റെ വേഗത്തിലുള്ള വ്യത്യാസമാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണല്ലോ അതിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് പ്രകാശത്തിന്റെ ഈ ഒരു ദിശാവ്യതിയാനം പറയുന്നത്. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. ഏത്, ഈ കാറിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെ. അപ്പൊ വായുവിലെ കൂടി ഒരു വേഗമായിരിക്കും പ്രകാശത്തിന്, ജലത്തിലെ കൂടി വേറൊരു വേഗമായിരിക്കും. ഉണ്ടോ, ആ വേഗമാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. വായുവിലെ കൂടി 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ഏകദേശം പ്രകാശവേഗം. ജലത്തിലെ കൂടിയോ അത്രയില്ല അല്ലെ, 2.25×10⁸ ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശരശ്മിയുടെ ദിശാ വ്യതിയാനത്തിന് കാരണമെന്നാണ്. കാരണം ഇവിടെ പ്രകാശവേഗം ഏറ്റവും ഏതാണ്, വായുവിലാണ് ഏറ്റവും പ്രകാശവേഗം കൂടുതലുള്ളത്. ഏറ്റവും കുറവുള്ളത് വജ്രത്തിൽ. ഓക്കെ, ഈ ഒരു ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഏറ്റവും കൂടുതൽ പ്രകാശവേഗം വായുവിലാണ്, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. എന്താണ് പറഞ്ഞത്, പ്രകാശവേഗത്തിന്റെ കാര്യമാണ്. ഓക്കെ, എന്താണ് പ്രകാശിക സാന്ദ്രത? ഒരു ചോദ്യം, എന്താണ് പ്രകാശിക സാന്ദ്രത? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ ആ മാധ്യമത്തിലെ പ്രകാശവേഗം കുറവായിരിക്കും. എന്താണ്, പ്രകാശിക സാന്ദ്രത ഒരു മാധ്യമത്തിന് കൂടുതലാണെങ്കിൽ അവിടെ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ പ്രകാശിക സാന്ദ്രത വജ്രത്തിനാണ് കൂടുതൽ, അതുകൊണ്ട് വജ്രത്തിലെ പ്രകാശവേഗം കുറവ്. വായുവിന്റെ കാര്യവും, വായുവിൽ പ്രകാശവേഗം കൂടുതലാണ് അല്ലെ, അങ്ങനെയാണ് വായുവിന്റെ പ്രകാശിക സാന്ദ്രത കുറവ്. ഓക്കെ, അപവർത്തനം. ഇവിടെ സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണാനുള്ള കാരണം എന്താണ്, ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാം അപവർത്തനം. ഓക്കെ, എന്താണ് അപവർത്തനം ചോദിച്ചാൽ ഇത് എഴുതി കൊടുക്കണം. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അപവർത്തനാങ്കം എന്ന് വെച്ചാൽ എന്താണ്, അപവർത്തനാങ്കം കാണേണ്ട ഇക്വേഷൻ n, അപവർത്തനാങ്കത്തിന് n എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചാൽ n = ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം c എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം, ഹരിക്കണം മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം, അത് v എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം എത്രയാണ്, 3×10⁸ ആണ് കേട്ടോ, 8 മീറ്റർ/സെക്കൻഡ്. അപവർത്തനാങ്കം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെക്കാം. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ഓക്കെ, ഇവിടെ അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ അപവർത്തനാങ്കം കാണേണ്ട കുറച്ച് ചോദ്യം തന്നിട്ടുള്ളത് ഒരു പട്ടിക പൂരിപ്പിക്കാനാണ്. അപവർത്തനാങ്കം n = c/v, അതായത് മാധ്യമത്തിലൂടെയുള്ള
ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഹരിക്കണം മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗമാണ്. ഓക്കെ, അങ്ങനെയാണ് വായുവിൻ്റെത് നോക്കിയാൽ n = c/v. c എന്ന് വെച്ചാൽ 3 × 10⁸ ആണ്. v എന്ന് വെച്ചാൽ വായു അല്ലേ, അപ്പൊ വായുവിലൂടെയുള്ള പ്രകാശവേഗം ഏകദേശം ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗത്തിന് തുല്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മേലെയും താഴെ ഒരേ സംഖ്യയാണ്, ഹരിച്ചാൽ 1 കിട്ടും. ഓക്കെ, പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ ആ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ്. അപവർത്തനാങ്കം കുറവാണെങ്കിൽ അവിടെ പ്രകാശവേഗം കൂടുതൽ. ഓക്കെ, അങ്ങനെ പഠിക്കാം. വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതനകോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അല്ലെ, ലംബത്തോട് അടുത്തിട്ടുണ്ടോ? ഇവിടെ വായുവിന് അപവർത്തനാങ്കം എന്താണ്? കുറവാണ് അല്ലെ, ജലത്തിനേക്കാൾ. ഓക്കെ, അതിൽ പറഞ്ഞിട്ട് അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. വായുവിന് അപവർത്തനാങ്കം കുറവാണ്, അപ്പൊ അങ്ങനെയാണ് അവിടെ പ്രകാശവേഗം കൂടുതൽ. രണ്ടാം ചിത്രത്തിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രകാശരശ്മി പതിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അപവർത്തനാങ്കം കൂടിയ ജലത്തിൽ നിന്ന് അപവർത്തനാങ്കം കുറഞ്ഞ വായുവിലേക്ക് പതിക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചെരിഞ്ഞു പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തോട് അടുക്കുന്നു, നമ്മൾ ചിത്രത്തിൽ കണ്ടു. പിന്നെയോ ജലത്തിൽ നിന്ന് വായുവിലേക്ക് ചെരിഞ്ഞു പ്രവേശിക്കുമ്പോഴോ ലംബത്തിൽ നിന്ന് അകലുന്നു, അതും ചിത്രത്തിൽ നിന്ന് കണ്ടു. ഓക്കെ, ഇനി കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, പിന്നെ അപവർത്തന രശ്മി, പിന്നെയോ പതന ബിന്ദുവിലെ ലംബം അല്ലെ. ചിത്രത്തിൽ 3 കാര്യങ്ങളല്ലേ ഉള്ളത്, കണ്ടോ? ഇതിൽ എ ബി എന്നത് പതനരശ്മി, ബി സി എന്നത് എന്താണ്? അപവർത്തന രശ്മി, n n' എന്നത് ലംബം അല്ലെ. ഇവ 3ഉം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരേ തലത്തിലായിരിക്കുന്നു. അതായത് ഒരു പേപ്പറിൽ തന്നെ നമുക്ക് അതിനെ വരക്കാം 3 കാര്യങ്ങൾ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒരേ തലത്തിലായിരിക്കും. പിന്നെയോ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു അല്ലെ. ഒരു ഉദാഹരണം എന്താണ് വേണ്ടത്? വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ലംബത്തോടടുക്കുന്നു, ഉദാഹരണം കണ്ടു. പിന്നെയോ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. എന്താണ് ഉദാഹരണം? ജലത്തിൽ നിന്നും വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലുന്നു. ഓക്കെ, പിന്നെയോ മാധ്യമത്തിന്റെ വിഭജനത്തിന് തലത്തിന് ലംബമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. ഓക്കെ, ഗ്ലാസ് സ്ലാബിലെ അപവർത്തനത്തിന്റെ ചിത്രമാണ് ഇത്. ഓക്കെ, 2 സ്ഥലത്ത് അപവർത്തനം നടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ട്, വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, പിന്നെയോ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ അപവർത്തനം സംഭവിക്കുന്നുണ്ട്, 2 തവണ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളൂ. ഇനി പറയുന്നൊരു കാര്യം, ഇവയ്ക്ക് കാരണം എന്താണെന്നാണ്. എന്താണ് കാരണം? അപവർത്തനം എന്ന ഉത്തരമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കോളൂ. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഉത്തരം അപവർത്തനം. അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്, എന്തുകൊണ്ട്? അപവർത്തനം കാരണമാണ്. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ അങ്ങനെ അപവർത്തനം ചോദിച്ചാൽ മതി. പിന്നെയോ അന്തരീക്ഷത്തിലെ അപവർത്തനം എന്ന കാര്യമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്തായിരിക്കും? ഉത്തരം അപവർത്തനം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടോളൂ. നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദ്യമാണ്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് പറയാം. നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും. ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു. കണ്ടോ, ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു പ്രകാശരശ്മിക്ക്. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിതമായ അപവർത്തനത്തിന് ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നിത്തിളക്കത്തിന് കാരണം. ഇനി പൂർണ്ണാന്തര പ്രതിപതനത്തിന്റെ ചിത്രമാണ്. കണ്ടോ, ഇവിടെ ഒരു നിശ്ചിത പതനകോണിൽ കൂടിയ പതനകോണളവിൽ നമ്മൾ പ്രകാശം പതിക്കുമ്പോൾ അത് അതേ മാധ്യമത്തിലേക്ക്
മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പൊ പൂർണ്ണാന്തര പ്രതിപതനം എന്താണെന്ന് വെച്ചാൽ എഴുതേണ്ട ഉത്തരം ഇതാണ്. ഇവിടെ കണ്ടോ, ഈ രണ്ടാമത്തെ പാരഗ്രാഫാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന്, കൂടിയ മാധ്യമത്തിൽ നിന്നാണ് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാവാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. പ്രകാശിക സാന്ദ്രത കൂടിയ, അതിന് മുകളിൽ ശ്രദ്ധിച്ചോളൂ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിറ്റിക്കൽ കോൺ. ക്രിറ്റിക്കൽ കോൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഗ്ലാസ് വായു എന്ന ജോഡിയിൽ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രി ആണ് കേട്ടോ. ചോദ്യം ചോദിക്കും, ഗ്ലാസ് വായു ജോഡിയിലെ ക്രിറ്റിക്കൽ കോൺ എത്രയാണെന്ന് വെച്ചാൽ 42 ഡിഗ്രി. 42 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ ആണ് അവിടെ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നു. അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നു പറഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടോ, ആ വിഭജന തലത്തിലേക്ക് കൂടി തന്നെ പോകുന്നത് കണ്ടോ. അതാണ് കേട്ടോ. പിന്നെയോ, ഇവിടെ അക്വരത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിലായി കാണുവാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരം പൂർണ്ണാന്തര പ്രതിപതനം. ഇനി മരീചിക എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ പാഠത്തിന് തുടക്കത്തിൽ ചിത്രം ഉണ്ടായിരുന്നു അല്ലെ, അത് ഈ പ്രതിഭാസത്തിനെ കുറിച്ചുണ്ടാ പറയുന്നത്. വേനൽക്കാലത്ത് റോഡിൽ വളരെ അകലെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനായിട്ട് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ഈ ചിത്രം കഴിയുമെങ്കിൽ വരച്ചു വെച്ചോളൂ. എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിന്റെ പ്രകാശിക സാന്ദ്രത ക്രമമായി വർദ്ധിച്ചു വരുന്നു. പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ കാണുന്നത് പോലെ അപവർത്തനത്തിനും തുടർന്ന് പൂർണ്ണാന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു അല്ലെ. കണ്ടോ, ഇവിടെ ആദ്യം അപവർത്തനമായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ എന്താണ്, തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് പതിക്കലായി, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കലായി. അതാണ് പറഞ്ഞത്, തുടർന്ന് പൂർണ്ണാന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഈ പ്രതിഭാസം മരീചിക എന്ന പേരിൽ എന്നറിയപ്പെടുന്നു. നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ സാധാരണയായിട്ട് നമ്മൾ എവിടെയാണ് കാണുന്നത്? ജലോപരിതലത്തിലാണല്ലേ. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു തോന്നുന്നു. പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ചോദിച്ചാൽ എന്ത് പറയാം? റിഫ്ലക്ടർ, സൈക്കിളിന്റെ ഒക്കെ റിഫ്ലക്ടർ. വേറൊരു സന്ദർഭം എന്താണ്? പെരിസ്കോപ്പ്, പ്രിസങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പ്. നമ്മൾ ദർപ്പണങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും. ഇത് പ്രിസങ്ങൾ ഉപയോഗിച്ചിട്ടും പെരിസ്കോപ്പുകൾ നിർമ്മിക്കാറുണ്ട്. പിന്നെ ഒന്നാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി അനുയോജ്യമായിട്ട് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളാണ്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നത് എന്താണ്? അത് പൂർണ്ണാന്തര പ്രതിപതനമാണ് അല്ലെ. ക്രിറ്റിക്കൽ കോണൊക്കെ പറയുന്നത് എവിടെയാണ്? പൂർണ്ണാന്തര പ്രതിപതനത്തിലാണ്. ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നില്ല. അതിവിടെ ഏതാണ്? ഒന്നാമത്തെ കോളാണ്. എന്താണ്? ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനം. അവിടെ പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നില്ല. മൂന്നാമത്തത് പ്രതലത്തിലേക്ക് ഏത് പതന കോണിൽ പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നു. അതേതാണ്? ദർപ്പണങ്ങളിലാണ്. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നതോ അത് പൂർണ്ണാന്തര പ്രതിപതനത്തിലാണ്. പിന്നെയോ, ചിത്രം നിരീക്ഷിച്ചിട്ട് ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണെന്ന് പറഞ്ഞോളൂ. ഒന്നാമത്തെ ചിത്രമാണ് കേട്ടോ. പിന്നെ അപവർത്തനത്തെ സൂചിപ്പിക്കുന്നതോ 2ഉം 3ഉം ചിത്രങ്ങൾ. ഗ്ലാസിന്റെ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നവയിൽ ഏത് പതന കോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക? ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടിയ കോണളവ് പതിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ 42നേക്കാളും കൂടിയത് ഇവിടെ ഏതാണ്? 49 ആണ് അല്ലെ. അങ്ങനെ ആ പാഠം നമ്മൾ തൽക്കാലം മതിയാക്കി. ഈ ചലന സമവാക്യങ്ങൾ എന്ന പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആൻഡ് ഈസി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താണ്? ദൂരം എന്ന് വെച്ചാൽ എന്താണ്? സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. എന്താണ്? 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖാ ദൂരം.
ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. നിശ്ചിത ദിശയും കൂടെ ഇതിന് പറയണം. സ്ഥാനാന്തരത്തിനെ എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. പിന്നെയോ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ഇതൊരു സദിശ അളവാണ് അല്ലെ. ദിശയും കൂടി പറയണം. അത്ര അളവുകൾ സദിശ അളവുകൾ. ദിശ വേണ്ടെങ്കിൽ അത് അദിശ അളവുകൾ. ഉദാഹരണം ദൂരം. നമ്മൾ മുന്നോട്ടുള്ള സ്ഥാനാന്തരം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പിറകിലോട്ടുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, അതായത് കിഴക്ക് ദിശയിൽ പോസിറ്റീവായിട്ട് എടുത്താൽ പടിഞ്ഞാറ് ദിശയിൽ നെഗറ്റീവായിട്ട് എടുക്കണം. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ അതിനേക്കാൾ കുറവോ പൂജ്യമോ ആകാം. ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്ന് തന്നെയാണെങ്കിൽ അവിടെ സ്ഥാനാന്തരം 0 ആണ്. ഒരാൾ സഞ്ചരിച്ചിട്ട് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയാൽ സ്ഥാനാന്തരം 0. സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭം പറഞ്ഞോളൂ. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. നിങ്ങളുടെ പട്ടിക പൂരിപ്പിക്കാനുണ്ട്. ദൂരം എന്ന് വെച്ചാൽ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ദൂരം എന്താ 0 ആവില്ല. ഓക്കെ, പിന്നെ ഇതൊരു അദിശ അളവാണ്. ദിശ ആവശ്യമില്ല. സ്ഥാനാന്തരം ആകുമ്പോൾ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ്. ഇത് 0 ആകാം. ഇതൊരു സദിശ അളവാണ്. പ്രവേഗം എന്ന് വെച്ചാൽ സ്ഥാനാന്തരം ഹരിക്കണ സമയമാണ്. പ്രവേഗം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ്. പിന്നെയോ പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. ഓക്കെ, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്? സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതായത് വേഗം കാണുമ്പോഴും പ്രവേഗം കാണുമ്പോഴും സമയം ഒന്ന് തന്നെയാണ്. വ്യത്യാസം എന്താണ്? ആ സഞ്ചാരപാതയാണ്. ഓക്കെ, എന്താണ് ദൂരം എന്ന് പറഞ്ഞാൽ, അതായത് വേഗം എന്ന് പറഞ്ഞാൽ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രവേഗം കണക്കാക്കുമ്പോൾ എന്താണ്? സ്ഥാനാന്തരമാണ് കണക്കാക്കുന്നത്, സഞ്ചാരപാതയല്ല. ഓക്കെ, സമപ്രവേഗവും അസമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. ഓക്കെ, നേരെ തിരിച്ച് അല്ലെങ്കിൽ എന്താണ് പറയാ? സമപ്രവേഗത്തിലല്ല എന്ന് പറയാം. അതാണ് അടിയിൽ കൊടുത്തിട്ടില്ല. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗം മാറും. വസ്തുവിന് പ്രവേഗത്തിന് മാറ്റം ഉണ്ടെങ്കിൽ അത് അസമപ്രവേഗത്തിലായിരിക്കും. ചുവടെ നൽകിയ സന്ദർഭങ്ങളെ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിന്റെ ചലനം, അത് കല്ലിന്റെ വേഗം കൂടിക്കൊണ്ട് വരും അല്ലെ. താഴോട്ട് വരുമ്പോൾ വേഗം മാറുന്നുണ്ട്. അപ്പൊ അത് അസമപ്രവേഗമാണ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരേ ദിശയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. വേഗവും തുല്യമാണ്. അതുകൊണ്ട് അത് സമപ്രവേഗമാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് ഒരേ ദിശയിലായിരിക്കാം സഞ്ചരിക്കുന്നത്, പക്ഷെ എന്നാലും അതിന്റെ വേഗം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അത് അസമപ്രവേഗം. ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴോ ഒരേ ദിശയാണ്, കൂടാതെ വേഗവും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് സമപ്രവേഗം. ഊഞ്ഞാലാടുമ്പോഴോ ഊഞ്ഞാലാടുമ്പോൾ വേഗവും മാറുന്നുണ്ട്, ദിശയും മാറുന്നുണ്ട്. അപ്പൊ അത് അസമപ്രവേഗം. ത്വരണം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് ഒരു യൂണിറ്റ് സമയത്തിനുണ്ടായ പ്രവേഗമാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിനുണ്ടായ, അതായത് ഒരു സെക്കൻഡിലുണ്ടായ എന്ന് പറയാം അല്ലെ. പ്രവേഗമാറ്റത്തിന്റെ അളവ്, അതിനെയാണ് പറയുന്നത് ത്വരണം. അല്ലെങ്കിൽ ത്വരണം സമം പ്രവേഗമാറ്റം ഹരിക്കണം സമയം. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം v കുറക്കണം ആദ്യ പ്രവേഗം u ഹരിക്കണം സമയം എന്ന് പറഞ്ഞാൽ t. ത്വരണം ഒരു സദിശ അളവാണ്. ദിശ പറയണം. ഓക്കെ, പ്രവേഗം എന്നത് ദിശ പറയേണ്ട ഒരു അളവാണല്ലോ. അതുകൊണ്ട് ത്വരണവും ഒരു ദിശ പറയേണ്ട അളവാണ്. ത്വരണത്തിന്റെ യൂണിറ്റ് പറഞ്ഞാൽ പ്രവേഗമാറ്റത്തിന്റെ യൂണിറ്റ് ഹരിക്കുന്ന സമയത്തിന്റെ യൂണിറ്റ് ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ആ പ്രവേഗമാറ്റത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹരിക്കണം സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കിക്കോട്ടെ. എല്ലാം തന്നിട്ടുണ്ട്. u തന്നിട്ടുണ്ട്, ആദ്യ പ്രവേഗം 10 തന്നിട്ടുണ്ട്.
ത്വരണം 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. സമയം 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. അന്ത്യപ്രവേഗം കാണണം. അതാണ് ചോദ്യം ഉള്ളത് അല്ലെ. അപ്പൊ അന്ത്യപ്രവേഗം കാണണം. നമുക്കറിയാം a = v-u/t. ത്വരണത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്താണ്. ടി എ നമ്മൾ ഇടതുവശത്തേക്ക് എടുത്താൽ at = v-u എന്ന് എഴുതാം. അതായത് v-u = at എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി എ മാത്രം സൈഡിൽ ഇട്ടാൽ u + at എന്ന് എഴുതാം. v = u + at എന്നത് അന്ത്യപ്രവേഗം കാണാനുള്ള സമവാക്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. ചില സാഹചര്യങ്ങളിൽ പ്രവേഗം കൂടി വരുന്നതല്ല, കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാവലുണ്ട് അല്ലെ. അതായത് ഒരു ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പ്രവേഗം കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിന് പറയും നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം എന്ന് പറയും. ഇതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മന്ദീകരണം എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് ത്വരണമാണ്. പിന്നെ വീണ്ടും നമ്മൾ നെഗറ്റീവ് ചിഹ്നം കൊടുക്കേണ്ട ആവശ്യമില്ല. സമത്വരണവും അസമത്വരണവും. നേരത്തെ സമപ്രവേഗവും അസമപ്രവേഗവും പഠിച്ചതുപോലെ തന്നെയാണ്, ഏകദേശം അതേപോലെയാണ് പറയുന്നത്. ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ്. എന്നാൽ ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ്. കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പിന്നെ സയൻസ് ആണ്, അതായത് റോഡ് നിയമങ്ങൾ പാലിക്കുമ്പോൾ ഉള്ള ചില കാര്യങ്ങളാണ്. ഒന്നാമത്തത് വട്ടം. കണ്ടോ? വട്ടം എന്താണ്? ചുവന്ന വൃത്തം. ഓക്കെ. അപ്പൊ ഇത്തരം ചിഹ്നങ്ങൾ മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയും. ഇവ നിർബന്ധമായും പാലിക്കേണ്ടവ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ്. ഓക്കെ. ഇത്തരം എന്താണ്? വട്ടത്തിലുള്ള സിമ്പിൾസ്, ചുവന്ന. ഓക്കെ. അതായത് ഇതിനകത്തൊരു സംഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. കേട്ടോ. ഇവിടെ പി ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെ പാർക്ക് ചെയ്യരുത്, നിർബന്ധമായും അത് പാലിക്കണം. സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു, നിർബന്ധമായും പാലിക്കേണ്ട കാര്യമാണ്. ഓക്കെ. രണ്ടാമത്തെ ഇത്തരം ചുവന്ന ത്രികോണങ്ങളാണെങ്കിൽ അത് കോഷനറി സൈനുകൾ, അതായത് ജാഗ്രതാ സൂചക ചിഹ്നങ്ങളാണ്. ജാഗ്രതയാണ്. കണ്ടോ? ഹമ്പുണ്ട്, ജാഗ്രതയാണ് അല്ലെ. ഇടുങ്ങിയ പാലമുണ്ട്, ജാഗ്രതയാണ്. മൂന്നാമത്തത് ഇത്തരം നീല ചതുരങ്ങളാണെങ്കിൽ അത് ഇൻഫോർമേറ്ററി സൈനുകളാണ്. അടിസ്ഥാന വിവര സൂചകങ്ങളാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കൊരു സൂചന തരുന്നതാണ്. പെട്രോൾ പമ്പ് ഉണ്ട് അടുത്ത്, പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ സൂചന തരുന്നതാണ്. റോഡ് മാർക്കിങ്ങൾ ഇങ്ങനെയുള്ള ഇടവിട്ട വെളുത്ത വരകളാണെങ്കിൽ വാഹനങ്ങൾക്ക് അതിലേക്കൂടെ മുറിച്ചു കിടക്കാം, ഓവർടേക്ക് ചെയ്യാം. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായ വരകളാണെങ്കിൽ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇത്തരം മാർക്കിങ്സ് പറഞ്ഞ സീബ്ര ക്രോസിംഗ് ആണ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കേണ്ട സ്ഥലമാണ്. ഓക്കെ. ഇനി ചലനത്തിന്റെ ഗ്രാഫിക ചിത്രീകരണമാണ്. ഇതാണ് ഇങ്ങനെയുള്ള ഒന്നാണ് ഗ്രാഫ് എന്നല്ല. ഇതില് എന്തെങ്കിലും വരക്കും. കണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ രേഖപ്പെടുത്തും. ഇതിനെ പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഗ്രാഫ് പേപ്പർ. ഓക്കെ. ഈ ഗ്രാഫ് പേപ്പറിൽ ഇത് ദ്വിമാന ചിത്രമാണ്. ഗ്രാഫിലെ തിരശ്ചീന രേഖയെ x അതിനെ എന്ത് പറയും? എക്സ് അക്ഷം എന്ന് പറയും. ഈ y ഡാഷിനെ എന്ത് പറയും? y അക്ഷം എന്ന് പറയും. കണ്ടോ? y ഡാഷ് കാണുന്നില്ലേ? ഈ അക്ഷങ്ങൾ സന്ധിക്കുന്ന ഒരു ബിന്ദു ഇല്ലേ? ഇതിനെ പറയും മൂലബിന്ദു അഥവാ ഒറിജിൻ എന്ന് പറയും. ഓക്കെ. ഇതില് ഗ്രാഫിൽ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുള്ള നിരവധി ഭാഗങ്ങളുണ്ട്. ഗ്രാഫിൽ ABCD എന്ന ഭാഗത്തിന്റെ പരപ്പളവ് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ. 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും, അതായത് 1 × 1 സെന്റിമീറ്റർ × സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ. അതായത് 1 സെന്റിമീറ്റർ × 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് കിട്ടും. ഒരു ചതുരത്തിന്റെ പരപ്പളവ് അതില്. ഇനി കണ്ടോ? ഗ്രാഫിന് പേര് നൽകുന്ന യഥാക്രമം y x അക്ഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അളവുകൾ ചേർത്താണ് അല്ലെ. y അക്ഷത്തിലുള്ളത് ആദ്യം പറയും, പിന്നെ x അക്ഷത്തിലുള്ളത് പറയും. അങ്ങനെയാണ് നമുക്ക് ഗ്രാഫിന് പേര് കൊടുക്കല്. കണ്ടോ? സ്ഥാന സമയ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y അക്ഷത്തിലെ സ്ഥാനം അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിട്ടില്ല. കണ്ടോ? y x അക്ഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അളവുകൾ ചേർത്തിട്ടാണ് ഗ്രാഫിന് പേര് കൊടുക്കല്. സ്ഥാന സമയ ഗ്രാഫ് എന്നാൽ അതിൽ y അക്ഷത്തിൽ എന്താണ്? സമയമായിരിക്കും, സ്ഥാനമായിരിക്കും. x അക്ഷത്തിൽ സമയമായിരിക്കും, y(x). ഓക്കെ. പിന്നെ തോത് എന്നൊരു കാര്യമുണ്ടോ? x അക്ഷം 1 സെന്റിമീറ്റർ സമം 2 സെക്കൻഡ് പറഞ്ഞാൽ x അക്ഷത്തിലുള്ള 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ അത് 2 സെക്കൻഡ് തുല്യമാണ്. ഓക്കെ. y അക്ഷത്തിൽ 1 സെന്റിമീറ്റർ എന്നാൽ ഇവിടെ 1 മീറ്റർ ആണ് തോത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്രാഫിലും ഒരേ തോതായിരിക്കണം എന്നില്ല കേട്ടോ, വ്യത്യസ്ത തോതായിരിക്കും. ഇവിടെ തോത് എന്താണെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? കണ്ടോ? തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരും.
തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിന്റെ വലിപ്പം കുറയും. തോത് കൂടിയാൽ ഗ്രാഫിന്റെ വലിപ്പം കുറയും. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിന്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. ഓക്കെ, ഗ്രാഫ് ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ ഗ്രാഫിന്റെ വലിപ്പം മാറും എപ്പോഴാണ് തോത് മാറിയാൽ. ഓക്കെ, ഒരു പ്രവേഗ സമയ ഗ്രാഫിന്റെ അടിയിലുള്ള പരപ്പളവ് എന്തിന് തുല്യമായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് എഴുതണം? ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. പ്രവേഗ സമയ ഗ്രാഫിന്റെ അടിയിലുള്ള പരപ്പളവ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ഥാനാന്തരത്തിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ചലന സമവാക്യങ്ങൾ 3 പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഇത് ആവശ്യമായിട്ട് വന്നേക്കും. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ, എന്താണ് സമത്വരണം? ത്വരണം മാറുന്നില്ല. ആദ്യ പ്രവേഗം u, സ്ഥാനാന്തരം s, അന്ത്യപ്രവേഗം v, ത്വരണം a, പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം t എന്നിവയായാൽ 3 ഇക്വേഷൻസ് v is equal to u plus at. അതായത് അന്ത്യപ്രവേഗം സമം ആദ്യ പ്രവേഗം കൂട്ടണം ത്വരണം ഗുണിക്കണം സമയം. ഓക്കെ, പിന്നെ s equal to ut plus half at square. s എന്ന് പറഞ്ഞാൽ എന്താണ്? s എന്ന് വെച്ചാൽ ഇവിടെ സ്ഥാനാന്തരമാണ്. പിന്നെ v square is equal to u square plus 2as. ഓക്കെ, പിന്നെയോ ഇവിടെ കണ്ടോ, കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡ് എന്ന SI യൂണിറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്താക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ കണ്ടോ 90 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 90 ഗുണിക്കണം 5/18, ഇതാ 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നേരെ തിരിച്ചിട്ടും പറയാം, അഥവാ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലേക്കാണ് മാറ്റേണ്ടെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, നേരെ തിരിയും. ഓക്കെ, പിന്നെയോ ഇനി അടുത്ത പാഠമാണ്, 3ാമത്തെ പാഠം ചലന നിയമങ്ങളാണ്. ഓക്കെ, എന്താണ് പരിണിത ബലം? ചോദ്യം, എന്താണ് പരിണിത ബലം? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം അല്ലെങ്കിൽ പരിണിത ബലം. ഇവിടെ പരിണിത ബലം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണിത ബലം എത്രയായിരിക്കും? കിഴക്ക് ദിശയിലുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ പടിഞ്ഞാറ് ദിശയിൽ എതിർ ദിശയിലല്ലോ, അപ്പൊ നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ഒരു ദിശ മുന്നോട്ടുള്ള പോസിറ്റീവായിട്ട് എടുത്താൽ പിറകോട്ടുള്ള നെഗറ്റീവായിട്ട് എടുക്കണം എന്നറിയാലോ. കിഴക്കോട്ടുള്ള പോസിറ്റീവായിട്ട് എടുത്താൽ പടിഞ്ഞാറേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പൊ പരിണിത ബലം സമം 100 ന്യൂട്ടൺ കൂട്ടണം കുറക്കണം 150 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ എന്തായി? കൂട്ടണം കുറക്കണം അടുത്തടുത്ത് വന്നാൽ ആകെ മൊത്തം കുറക്കണം എന്നാവും. ഓക്കെ, അപ്പൊ 100 കുറക്കണം 150 വരുന്നു. ഓക്കെ, 100 കൂട്ടണം കുറക്കണം 150 പറഞ്ഞാൽ 100 കുറക്കണം 150. 150 കുറക്കണം 100 നമുക്കറിയുന്നത് 50, പക്ഷെ ഇവിടെ 100 കുറക്കണം 150 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായി? -50. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ തുല്യബലം ആണ് എതിർ ദിശയിൽ, അപ്പൊ പരിണിത ബലം 0 ആണ്. സന്തുലിത ബലങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കാനും അല്ലെങ്കിൽ അതിന്റെ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ ഒന്നും കഴിയില്ല. ഓക്കെ, പിന്നെയോ വായിച്ചു നോക്കൂ കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലത്തിനെ പറയുന്നതാണ് അസന്തുലിത ബലങ്ങൾ. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയുള്ള വസ്തുവിനെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ ഒക്കെ കഴിയും. ഓക്കെ, ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിന്റെ ദിശയിലായിരിക്കും. എന്താണ്? ഒന്നിക്കലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്താനുള്ള പ്രേരണ ഉണ്ടാക്കുകയെങ്കിലും ചെയ്യും. ഓക്കെ, ഒരു വാഹനത്തിന് അകത്തു നിന്ന് തള്ളിയാൽ ഇത്തരം ബലം ആന്തരിക ബലങ്ങളാണ്. ആന്തരിക ബലങ്ങൾ എപ്പോഴും സന്തുലിത ബലങ്ങളാണ്. അതിനാൽ ഇത്തരം ബലങ്ങൾക്ക് വസ്തുവിന്റെ ചലനദിശയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ ഒന്നും മാറ്റം വരുത്താൻ കഴിയില്ല. ഓക്കെ, എന്താണ്? നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ഒന്നും മാറ്റം വരുത്താൻ കഴിയില്ല. പിന്നെ ഫ്ലോ ചാർട്ട്. ബലം 2 തരം, ബാഹ്യബലം, ആന്തരിക ബലം. ഈ ബാഹ്യബലം വീണ്ടും 2 തരം, സന്തുലിത ബാഹ്യബലവും അസന്തുലിത ബാഹ്യബലവും. സന്തുലിത ബാഹ്യബലത്തിന് വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ ഒന്നും മാറ്റാൻ കഴിയില്ല, എന്നാൽ അസന്തുലിത ബാഹ്യബലത്തിന് കഴിയും. ആന്തരിക ബലങ്ങൾ എപ്പോഴും സന്തുലിത ബലങ്ങളാണ്. ഇവയ്ക്ക് വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ ഒന്നും മാറ്റാൻ കഴിയില്ല. ഓക്കെ, പിന്നെയോ ഗലീലിയോയുടെ ഒരു നിരീക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാൻ
ചലനത്തിന്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. എതിർദിശയിൽ കേട്ടോ. ഒരു വസ്തുവിന് വേഗത്തിലുള്ള നിരേഖാചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. എന്താണ്? നേരെ തന്നെ സമവേഗത്തിൽ ചലിക്കണമെങ്കിൽ അതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. അസന്തുലിതമായ ഒരു ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമം ബലം, ജഡത്വം എന്നീ രണ്ട് ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായിച്ചു. എന്താണ് ബലം? ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖയിലുള്ള സമചലനത്തിനോ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അതാണ് ബലം. ജഡത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയെ നിശ്ചല ജഡത്വം എന്നും ചലനാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയെ ചലന ജഡത്വം എന്നും പറയാം. കണ്ടോ? ഇവിടെ പേപ്പർ പെട്ടെന്ന് വലിച്ചപ്പോൾ വെള്ളം നിറച്ച കുപ്പി അവിടെ തന്നെ നിൽക്കുന്നു. ഇതെന്ത് ഉദാഹരണം? ആ കുപ്പിക്കുള്ള നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. കാരണം മാങ്ങ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് നിയമം. പക്ഷെ ഗുരുത്വാകർഷണ ബലം കാരണം താഴോട്ട് വീഴുന്നു. ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ആൾ കുറെ ദൂരം ഓടി വന്ന് ചാടുന്നത് ചലന ജഡത്വം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്ന അപകടകരമാണ്. ചലന ജഡത്വം. ഓക്കെ. മാസും ജഡത്വവും തമ്മിൽ ബന്ധമുണ്ടോ? മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു. ഇനി മൊമെന്റം. മൊമെന്റത്തിന് വേറെ പേര് ആക്കം എന്നാണ് കേട്ടോ. ആക്കം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചാൽ എന്താണ് മൊമെന്റം എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആക്കം എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമാണ് അതിന്റെ മൊമെന്റം അല്ലെങ്കിൽ ആക്കം. അതായത് പി ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ആക്കം അല്ലെങ്കിൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എം ഗുണിക്കണം ബി. എം ബി ആണ്. ഇതൊരു സദിശ അളവാണ്. എം ബി എന്നതിൽ മാസ്, പ്രവേഗം എന്നിവയിൽ പ്രവേഗം എന്താണ്? സദിശ അളവല്ലേ. അതുകൊണ്ട് ആക്കവും സദിശ അളവാണ്. പ്രവേഗത്തിന്റെ ദിശ തന്നെയാണ് ആക്കത്തിന്റെ ദിശ. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മാസിന്റെ യൂണിറ്റായ കിലോഗ്രാം ഗുണിക്കണം പ്രവേഗത്തിന്റെ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റ് വ്യത്യാസ നിരക്ക് എന്നാൽ മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ മൊമെന്റ് വ്യത്യാസം ഹരിക്കണം സമയം, അല്ലെങ്കിൽ മൊമെന്റ് വ്യത്യാസം എന്താണ്? അന്ത്യ മൊമെന്റം കുറക്കണം ആദ്യ മൊമെന്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പഠിക്കാനുള്ള ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ മൊമെന്റ് വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിന്റെ ദിശയിലായിരിക്കും. മൊമെന്റ് വ്യത്യാസ നിരക്ക് എന്നാൽ എം ബി കുറക്കണം എം യു, അതായത് മൊമെന്റ് വ്യത്യാസം ഹരിക്കണം സമയം ടി ആണ്. ആ എം എ പൊതുവായിട്ട് പുറത്തെടുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എം ഗുണിക്കണം ബ്രാക്കറ്റ് കൊടുത്തിട്ട് വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു ബൈ ടി പറഞ്ഞാൽ എന്താണ്? അത് ത്വരണമാണ്, എ ആണ്. അതായത് എം എ എന്ന് എഴുതാം അതിന്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് മൊമെന്റ് വ്യത്യാസം പിന്നെ ബലം എന്നിവ നേർ അനുപാതത്തിലാണെന്നല്ല പറഞ്ഞു. അതുകൊണ്ട് എഫ് നേർ അനുപാതത്തിലാണ് എം എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്ഥിരസംഖ്യ ഉപയോഗിക്കുമ്പോൾ അനുപാതത്തിന് പകരം എനിക്ക് എഴുതാം ഈക്വൽ ടു കെ ഗുണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ഓക്കെ. കെ എന്നതൊരു സ്ഥിരസംഖ്യയാണ്. അതായത് എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. ഇവിടെ കെ എന്നത് ഒന്നായിട്ട് എടുത്താൽ എന്താവും? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് വരും. ഓക്കെ. ഇതാണ് ബലം കണക്കാക്കാനുള്ള സമവാക്യം. ഇനി പറയേണ്ടത് ആവേഗ ബലവും ബലത്തിന്റെ ആവേഗവുമാണ്. ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ചു കയറ്റുമ്പോൾ ആണിയിലേക്ക് ഒരു വലിയ ബലം ചെറിയ സമയത്തേക്കാണ് പ്രയോഗിക്കുന്നത് അല്ലെ. ഇത്തരം ബലങ്ങളുടെ സവിശേഷതകൾ നോക്കാം. ആവേഗ ബലവും ബലത്തിന്റെ ആവേഗവും എന്നാ പറയുന്നത്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത് ചെറിയ സമയം കൊണ്ടാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാല് കൊണ്ട് അടിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ഈ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ആവേഗം. ഓക്കെ. എന്താണ് ആവേഗ ബലം എന്ന് വെച്ചാൽ വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ആവേഗ ബലം. അല്ലെങ്കിൽ വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ഈ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ആവേഗം.
ബലത്തിന്റെ ആവേഗം ടി എന്ന് വെച്ചാൽ ബലം ഗുണിക്കുന്ന സമയമാണ് എഫ് ടി. യൂണിറ്റ് എന്നാൽ എഫ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ, ടൈമിന്റെതോ സമയത്തിന്റെ സെക്കൻഡ് അല്ലേ, അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ആണ് ബലത്തിന്റെ ആവേഗത്തിന്റെ യൂണിറ്റ്. ബലത്തിന്റെ ആവേഗം എന്നാൽ എഫ് ടി ആന്ന് പറഞ്ഞു. എഫിന് പകരം എനിക്ക് എന്ത് എഴുതാം, കുറച്ച് നേരത്തെ പറഞ്ഞിനി എം ഗുണിക്കണം ബി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. പിന്നെ ഈ ടിയും കൂടെ വന്നില്ലേ, അങ്ങനെയാണ് മുകളിലെ ടിയും താഴെയുള്ള ടിയും കട്ടായി കളഞ്ഞാൽ പിന്നെ എന്താണ് എം ഇൻറ്റു ബി മൈനസ് യു, ബ്രാക്കറ്റ് കളഞ്ഞാൽ എം ബി കുറക്കണം എം യു എന്ന് വന്നു. അതായത് ബലം ഉണ്ടാക്കുന്ന ആവേഗം എന്ന് പറഞ്ഞാൽ മൊമെന്റ് വ്യത്യാസത്തിന് തുല്യമാണ്. ബി കുറക്കണം എം യു പറഞ്ഞാൽ മൊമെന്റ് വ്യത്യാസമാണല്ലോ. ഇതാണ് ആവേഗ മൊമെന്റ് വ്യത്യാസ തത്വം, അല്ല ആവേഗ മൊമെന്റ് തത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ആവേഗ മൊമെന്റ് തത്വം? ഒരു ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ് വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമെന്റ് തത്വം. നോക്കിക്കോ, ഈ സന്ദർഭങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതിനോടൊപ്പം കൈ പിറകിലേക്ക് വലിക്കുന്നു. അതെന്തിനാണ്? പന്ത് നിശ്ചലമാക്കുന്ന സമയം കൂട്ടിക്കൊണ്ട് ആഘാതം കുറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ബലം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൈക്ക് ഉണ്ടാകുന്ന വേദനയും കുറയും. സമാനമായ ഉത്തരം തന്നെയാണ് ബാക്കി മൂന്നിലോട്ടോ. ഇവിടെ പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇട്ടാൽ എന്താണ്, ചാടിയിട്ട് നിലത്ത് വീഴുമ്പോൾ നിശ്ചലമാകുന്ന സമയം കൂടും. സമയം കൂടുമ്പോൾ ആ ആഘാതം അല്ലെങ്കിൽ ബലം എന്ന് പറഞ്ഞാൽ കുറയും. ഓക്കെ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഇവിടെ കണ്ടോ, ഇത്രയൊരു സെറ്റപ്പില് സ്ട്രോ ആണ്, സ്ട്രോ നൂലിൽ ഇട്ടിട്ടുണ്ട്, ബലൂൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബലൂണിൽ നിന്ന് വായു പിറകിലോട്ട് പ്രവഹിക്കുമ്പോൾ ബലൂണ് മുന്നോട്ട് ചലിക്കും. ബലൂണിന്റെ ചലനം ബലൂണിനുള്ളിലെ വായുവിന്റെ ചലനം ഏത് ദിശയിലാണ്? പിറകോട്ട്. ബലൂണിന്റെ ചലന ദിശയോ അതിന് എതിർ ദിശയിലാണ്, മുന്നോട്ടാണ് അല്ലെ. മൂന്നാം ചലന നിയമം പറയുന്നത് ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. കാറിനകത്തിരുന്ന് കാറിനെ തള്ളിയാൽ കാറ് ചലിക്കുന്നില്ല, എന്നാൽ പിൻസീറ്റിൽ ഇരുന്ന് മുൻസീറ്റിനെ തള്ളിയാൽ ചലിക്കും. ഓക്കെ, അതായത് മുൻസീറ്റ് ചലിക്കും. അതെങ്ങനെയാണ്? മുൻസീറ്റുകൾ നിരക്കി നീക്കാവുന്നതിനാൽ പിൻസീറ്റിലിരുന്ന് മുൻസീറ്റിനെ തള്ളുമ്പോൾ നമ്മൾ പൂർണ്ണമായും മുൻസീറ്റിന് പുറത്താണല്ലോ, അപ്പൊ നമുക്ക് അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയും. എന്നാൽ കാറിനകത്തിരുന്ന് കാറിനെ തള്ളുമ്പോൾ നമ്മൾ കാറിനകത്ത് തന്നെയാണല്ലോ, അപ്പൊ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയുന്നില്ല. ബലവും പ്രതിബലവും എന്ന് പറഞ്ഞാല് ഇവ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ബലം പ്രതിബലം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരേ സമയത്താണ് നടക്കുന്നത്. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലമായും രണ്ടാമത്തെ വസ്തുവിൽ എതിർ ദിശയിൽ ഉളവാകുന്ന പ്രതിബലമായിട്ട് പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കൂ. അതായത് ബലം ഉണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടാവണം. തോണി തുഴയുമ്പോൾ ജലത്തെ പുറകോട്ട് തള്ളുന്നു, പക്ഷെ തോണി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പ്രകാരം F12 സമം മൈനസ് F21 ആണ്. അതായത് ബലവും പ്രതിബലവും ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു ഉണ്ടാക്കുന്ന ആ ബലം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൽ ഒന്നാമത്തെ വസ്തു ഉണ്ടാക്കുന്ന ബലത്തിന് തുല്യമായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ആണ് എന്നത് മൈനസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ കണ്ടോ, ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമാണ്, എന്നാലും അവ പരസ്പരം ക്യാൻസൽ ആകുന്നില്ല, നിർവീര്യമാക്കപ്പെടുന്നില്ല. കാരണം എന്താണ്? രണ്ടും രണ്ട് വസ്തുക്കളിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഐസിന് മുകളിൽ നിന്ന് ഒരു വാഹനം തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം നീങ്ങുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ പ്രതിബലം നൽകാൻ കഴിയുന്നില്ല, ഐസിൽ നിന്ന് പ്രതിബലം ലഭിക്കുന്നില്ല എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കൂട്ടത്തിൽ പെടാത്ത ഏത്? ബലം, മൊമെന്റം, പ്രവേഗം, വേഗം. ഇവിടെ ബലം എന്ന് പറഞ്ഞാൽ സദിശ അളവാണ്, മൊമെന്റവും അതെ, വേഗവും അതെ. വേഗം എന്ന് പറഞ്ഞാൽ ആ ദിശ അളവാണ്, അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് വേഗം. കാർപ്പറ്റ് വൃത്തിയാക്കാൻ വേണ്ടി നാം അതിനെ തൂക്കി പിടിച്ച് അതിലൊരു കമ്പ് കൊണ്ട് അടിക്കാറുണ്ട്. ഇപ്രകാരം ചെയ്യുമ്പോൾ പൊടി വേർപ്പെടുന്നു. കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ അതിന് നിശ്ചല ജഡത്വം കാരണമാണ്. കാരണം പൊടി അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ എന്നാലും എന്താണ്? ഗുരുത്വാകർഷണ ബലം കാരണം താഴേക്ക് വീഴുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? നിശ്ചല ജഡത്വ കാരണം. കാരണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ കാർപ്പറ്റ് വൃത്തിയാക്കാൻ വേണ്ടി നാം അതിനെ തൂക്കി പിടിച്ച് നിർത്തിയാൽ നിശ്ചലാവസ്ഥയിലല്ലേ ആദ്യം ഉള്ളത് പൊടിയൊക്കെ.
എന്നാൽ നമ്മൾ പെട്ടെന്ന് കാർപ്പറ്റിനെ തട്ടിയിട്ട് അവിടുന്ന് മാറ്റുമ്പോൾ ആ പൊടി അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നിശ്ചല ജഡത്വം കാരണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് തൽക്കാലം 1, 2, 3 പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഈസി ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾ ഈ പാഠഭാഗങ്ങളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള പാഠം നമ്മൾ കൃത്യമായിട്ട് മുഴുവനായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ പാഠം കഴിയുന്നത് മുഴുവൻ പഠിക്കുക, അല്ലെങ്കിൽ സമയക്കുറവുണ്ടെങ്കിൽ ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.